നമ്മെ വിട്ടുപിരിഞ്ഞ വടക്കാഞ്ചേരിയെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസിന് സുപ്രീം വോയ്സ് ന്യൂസ് ചാനലിൻ്റെ പ്രണാമം. നമസ്കാരം. സുപ്രീം വോയ്സ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയുടെ പ്രിയപ്പെട്ട കലാകാരനെ നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും BJP ലക്ഷ്യമിടുന്നു VD സതീശൻ. വടക്കാഞ്ചേരിയുടെ പ്രിയപ്പെട്ട കലാകാരനെ നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കലാകേരളം. മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാടക, ടെലിവിഷൻ, സിനിമാ രംഗത്ത് സജീവമായിരുന്നു നവാസ്. ഹൃദയാഘാതമെന്നാണ് വിവരം. കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ നവാസ് 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. മിമിക്രിയിലൂടെ കലാരംഗത്തെത്തി കലാഭവനിൽ ചേർന്നതോടെയാണ് നവാസ് പ്രശസ്തിയിലേക്ക് എത്തിയത്. കലാഭവനിൽ നിന്നും വെള്ളിത്തിരയിലേക്കും നവാസ് എത്തി. മിമിക്സ്, ആക്ഷൻ 500, ഏഴരക്കൂട്ടം, ജൂനിയർ മാൻട്രാക്ക്, ഹിറ്റ്ലർ ബ്രദേഴ്സ്, ബസ് കണ്ടക്ടർ, കിടിലൊൽ കിടിലം, മായാജാലം, മീനാക്ഷി കല്യാണം, മാട്ടുപെട്ടി മച്ചാൻ, മിസ്റ്റർ ആൻഡ് മിസ്സിസ്, അമ്മ അമ്മായിയമ്മ, മൈ ഡിയർ കരടി, ചന്ദാമാമ, വൺ മൻ ഷോ, തില്ലാന തില്ലാന, വെട്ടം, ചക്കരമുത്ത്, ചട്ടമ്പിനാട്, തത്സമയം ഒരു പെൺകുട്ടി, മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, മേരാ നാം ഷാജി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം. ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദി കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഓരോ മലയാളിയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാകെയും ഈ അനീതിക്കെതിരെ സ്വരമുയർത്തണം. കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണം. അതേസമയം പുരസ്കാര ജേതാക്കൾക്ക് അദ്ദേഹം ആശംസകളും അറിയിച്ചു. ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് അംഗീകാരം ലഭിച്ചത് ഖേദകരം, മന്ത്രി വി ശിവൻകുട്ടി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് അംഗീകാരം ലഭിച്ചത് അങ്ങേയറ്റം ഖേദകരമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ദി കേരള സ്റ്റോറിക്ക് ലഭിച്ച അംഗീകാരം മറ്റു പുരസ്കാരങ്ങളുടെ മൂല്യം തന്നെ കുറയ്ക്കുന്ന ഒന്നാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും നിറഞ്ഞ ഒരു സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നൽകുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇത് കലയോടുള്ള നീതിയല്ല, മറിച്ച് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. ഇത്തരം പ്രവണതകൾ നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് ഒട്ടും ചേർന്നല്ലെന്ന് അദ്ദേഹം അറിയിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിഭകൾക്ക് ലഭിച്ച അംഗീകാരത്തിൽ അതിയായ സന്തോഷവുമുണ്ട്. മികച്ച മലയാള സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമിക്കും മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയ ഉർവശിക്കും മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ വിജയരാഘവനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും ശിവൻകുട്ടി അറിയിച്ചു. ഇനിയൊരു ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട്
7012712910. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. വാർത്തകൾ തുടരുന്നു. പത്മപ്രഭയിൽ പൂങ്കുന്നത്തെ മുരളി മന്ദിരം. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന 100-ൽ പരം പേർ രാജിവെച്ച് BJPയിൽ ചേർന്നു. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. കേരളത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ട LDF-UDF ഭരണത്തിൽ മനംമടുത്ത് നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം ചേരാനുള്ള ഇവരുടെ തീരുമാനം വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. BJPയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് പിന്തുണയേറുന്നതിന്റെ തെളിവ് കൂടിയാണത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും BJP ലക്ഷ്യമിടുന്നു. VD സതീശൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും BJP സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്വേഷ ക്യാമ്പയിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മതവിദ്വേഷം മാത്രം ലക്ഷ്യമിട്ടാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പുരസ്കാരം നൽകിയത്. ഇത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ വേട്ടയ്ക്ക് നേതൃത്വം നൽകുന്ന സംഘപരിവാറും BJP ഭരണകൂടവും ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെയും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. വിഭജനത്തിന്റെ രാഷ്ട്രീയം നടപ്പാക്കുന്ന BJPയും സംഘപരിവാറും കേരളത്തെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് വിലപ്പോകില്ല. മറ്റു പുരസ്കാര ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ, VD സതീശൻ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്ത അവസാനിച്ചു. നമസ്കാരം.